മാനവികതയും വിശാല വീക്ഷണവുമൊക്കെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലും തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ പരസ്യമായി കൊല്ലുകയും മൃഗീയമായി അംഗഭംഗം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങളുണ്ട് എന്നത് വേദനാകരമായ യാഥാർത്ഥ്യം തന്നെയാണ്. അവയിൽ പലതിനെക്കുറിച്ചും നമുക്ക് നല്ല ധാരണയുണ്ട് താനും. എന്നാൽ തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ നശിപ്പിക്കുമ്പോൾ തന്നെ ജനശ്രദ്ധയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നതിൽ പരിപൂർണമായും വിജയിച്ചിരിക്കുന്നതിനാൽ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പ്രസ്ഥാനം എന്ന് പല നിരീക്ഷകരും കരുതുന്ന ഒരു സംഘടനയുണ്ട്. വലിയൊരു ജനവിഭാഗത്തിനും നല്ല ധാരണയില്ലാത്തതും ധാരണയുള്ളവർ തന്നെ അപകടകരമെന്ന് കരുതി തുറന്നു പറയാൻ മടിക്കുന്നതുമായ ഫ്രീമേസൺ ബ്രദർഹുഡ് എന്ന സംഘടനയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫ്രീമേസണറിയെക്കുറിച്ച് അനേക വർഷങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കാലത്തിനിടയിൽ ഇന്ന് പൊതുവായ വായനയ്ക്ക് സംലഭ്യമായിരിക്കുന്ന പ്രധാന രേഖകളുടെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായ പഠനവും വിലയിരുത്തലും നടത്തിയിട്ടുണ്ട്. ആ രേഖകളിൽ വെളിപ്പെട്ട കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതിഭയാനകമാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഫ്രീമേസൺ സംഘടനയുടെ രാഷ്ട്രീയ ശക്തി, അവർ നടത്തിയിട്ടുള്ള ചില അതിക്രമങ്ങളുടെ ഉദാഹരണങ്ങൾ, ബ്രദർഹുഡിൻ്റെ അഗാധ സ്വാധീനത്തിൻ്റെ വ്യാപ്തി, വിവിധ രാജ്യങ്ങളുടെ നിയമനിർമ്മാണ സഭകളിൽ അവർക്കുള്ള ഗൂഢ സ്വാധീനത്തിൻ്റെയും ആ സ്വാധീനം ഉപയോഗിച്ച് അവർ നടത്തിയിരിക്കുന്ന കരിനിയമ നിർമ്മാണങ്ങളുടെയും തെളിവുകൾ, ബ്രദർഹുഡിൻ്റെ ഉത്ഭവ ചരിത്രം, നൈറ്റ് ടെംപ്ലാറുകൾ മുതൽ മധ്യകാലഘട്ടങ്ങളിലെ നിർമ്മാണ വിദഗ്ധരുടെ ഗിൽഡുകൾ വരെയുള്ളവരുമായി അവർക്കുണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധങ്ങൾ, ഇതിനൊക്കെ അപ്പുറം കത്തോലിക്ക സഭയും ബ്രദർഹുഡും തമ്മിൽ നൂറ്റാണ്ടുകളായി വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ബ്രദർഹുഡിൽ അംഗങ്ങളാകുന്നവർ അതിനാൽ തന്നെ മഹ്റൂൻ ശിക്ഷയ്ക്ക് വിധേയരാണ് എന്ന മാർപ്പാപ്പാമാരുടെ വിധി നിലനിൽക്കെ തന്നെ ഈ അടുത്ത കാലത്ത് സഭയിലെ തന്നെ എണ്ണം പറഞ്ഞ ചില വൈദികരും മെത്രാന്മാരും കർദിനാളന്മാരും ഒളിഞ്ഞും തെളിഞ്ഞും ബ്രദർഹുഡുമായി ബന്ധം പുലർത്തുന്നത്, ഈ ബന്ധങ്ങൾ മുതലെടുത്ത് ബ്രദർഹുഡ് സഭയെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തൽ, ബ്രദർഹുഡിൻ്റെ ആൽട്ട വെൻഡീത്ത പോലെയുള്ള ഭീകര രഹസ്യ രേഖകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ, ഇന്ത്യയിൽ പൊതുവെയും കേരളത്തിൽ പ്രത്യേകമായും ബ്രദർഹുഡിൻ്റെ സ്വാധീനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അവിശ്വസനീയം എന്ന് തോന്നാവുന്ന അനേകം വിവരങ്ങൾ അറിയാനിടയായി. സാധാരണഗതിയിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ നിശബ്ദത പാലിക്കുന്നതാണ് പതിവ് എന്നെനിക്കറിയാം. എന്നാൽ അനേക വർഷങ്ങളുടെ പഠനത്തിനിടയിൽ ഞാൻ അറിഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മുൻകാല സഹപ്രവർത്തകരിൽ ചിലർ ആ കാലങ്ങളിലെങ്കിലും പ്രവർത്തന നിരതരായ ഫ്രീമേസണുകളായിരുന്നു. അതുകൂടാതെ ഫ്രീമേസൺ പ്രസ്ഥാനത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള പലരെയും എനിക്ക് തന്നെ നേരിട്ടറിയാം. എന്നിരിക്കലും ഇവരാരും തന്നെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ പോലും ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത്രയധികം അവർ ആ പ്രസ്ഥാനത്തെ ഭയക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തങ്ങളുടെ സംഘടനയെ സംബന്ധിച്ച ഉള്ളറ രഹസ്യങ്ങൾ പുറത്തു വരുന്നതിൽ അവർക്കുള്ള വിമുഖതയും, ഇനി എങ്ങാനും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അത് തടയുന്നതിന് ഏതറ്റം വരെയും പോകുന്നതിന് അവരുടെ സംഘടനാ നേതൃത്വത്തിന് മടിയില്ലാത്തതുമാണ് ഈ വൈമുഖ്യത്തിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാരും സുപ്രീം കോടതി ജഡ്ജിമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുതൽ വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റ് അംഗങ്ങൾ വരെ അംഗങ്ങളായിരിക്കുന്ന ഒരു സംഘടനയാണിത് എന്നിരിക്കെയാണ് ഈ സ്ഥിതിവിശേഷം എന്നോർക്കണം. ഒരുപക്ഷെ ഇവരൊക്കെ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതിനാലാകണം ഈ സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾ കാണാമറയത്ത് തന്നെ നിൽക്കുന്നത് എന്ന് വേണം കരുതാൻ. തങ്ങളുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ബ്രദർഹുഡ് ഏതറ്റം വരെയും പോകുമെന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1826 ഈ സംഭവം നടക്കുന്നത്. വില്യം മോർഗൻ എന്നൊരു ഫ്രീ മേസനാണ് ഈ സംഭവ കഥയിലെ പ്രധാന കഥാപാത്രം. അമേരിക്കയിൽ ന്യൂയോർക്കിൽ ജനേസി എന്നൊരു കൗണ്ടിയുണ്ട്. അവിടെ ബറ്റേവിയ എന്ന ചെറുപട്ടണത്തിലാണ് വില്യം മോർഗൻ ജീവിച്ചിരുന്നത്. താൻ കൂടി അംഗമായിരുന്ന ബ്രദർഹുഡിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെ മോർഗൻ അവരുടെ പ്രവർത്തനങ്ങൾ കാര്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ നിരീക്ഷണങ്ങളുടെ ഫലമായി അവരുടെ അനേകം ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അറിഞ്ഞ മോർഗൻ തൻ്റെ സുഹൃത്തായിരുന്ന ഡേവിഡ് സി മില്ലർ എന്ന പത്രപ്രവർത്തകന്റെ സഹകരണത്തോടുകൂടി ബ്രദർഹുഡിൻ്റെ ഉള്ളറ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു.
എട്ടുകാലി വല പോലെ പടർന്നു കിടക്കുന്ന തങ്ങളുടെ ചാരശൃംഖല വഴി ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ബ്രദർഹുഡുകാർ പല വിധത്തിൽ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചു. അനുനയവും ഭീഷണികളും മുതൽ എണ്ണമറ്റ പോലീസ് കേസ് വരെ അവർ എടുത്തുപയോഗിച്ചു. കെട്ടിച്ചമച്ച ഈ കേസുകളുടെ പിൻബലത്തിൽ മോർഗനെ അവർ ജയിലിലടച്ചു. എന്നിട്ടും പുസ്തക പ്രസിദ്ധീകരണത്തിൽ നിന്നും മോർഗനും മില്ലറും പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ബ്രദർഹുഡ് അതിൻ്റെ തനി സ്വഭാവം പുറത്തെടുത്തു. ന്യൂയോർക്കിലെ ബെറ്റേവിയയിൽ നിന്നുമുള്ളയാളാണ് മോർഗൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ നിന്നും 45 കിലോമീറ്റർ ദൂരെയുള്ള കാനൻഡോയിഗ എന്ന സ്ഥലത്തുള്ള ജയിലിലാണ് മോർഗനെ തടവിലാക്കിയിരുന്നത്. അങ്ങനെയിരിക്കെ 1826 സെപ്റ്റംബർ 12 അസാധാരണമായ ഒരു സംഭവം നടന്നു. അതുവരെ മോർഗൻ ജയിലിന് പുറത്തിറങ്ങാതിരിക്കാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരുന്ന മേസനുകൾ പെട്ടെന്ന് അടവ് മാറ്റി. അവർ തന്നെ മുൻകൈയെടുത്ത് മോർഗന്റെ ജാമ്യസംഖ്യ കെട്ടിവെച്ചു. ജയിൽ മോചിതനായി മോർഗൻ പുറത്തിറങ്ങിയപ്പോൾ ജയിലിന് തൊട്ടുപുറത്ത് ഒരു അടച്ചു കെട്ടിയ കുതിരവണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോർഗൻ ജയിൽ മോചിതനാകാൻ പോകുന്നുവെന്ന വിവരം അയാളുടെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ അറിയുമായിരുന്നില്ല. അതിനാൽ തന്നെ ആ കുതിരവണ്ടിയോടൊപ്പം ഉണ്ടായിരുന്നവരുടെ മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ മോർഗൻ അപകടം മണത്തു. കൂടെ കിടന്നവനല്ലേ രാപ്പനിയുടെ ചൂടറിയൂ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ മോർഗൻ ശ്രമിച്ചു. എന്നാൽ ആ കുതിരവണ്ടിയിലും പുറത്തുമായി കാത്തുനിന്നിരുന്നവർ മോർഗനെ പിടികൂടി ആ കുതിരവണ്ടിയിൽ തള്ളിക്കയറ്റി അതിൻ്റെ വാതിലടച്ചു കളഞ്ഞു. എന്നെ കൊല്ലുന്നേ എന്ന് വില്യം മോർഗൻ അലറി വിളിച്ച് കരഞ്ഞതായിരുന്നു പുറം ലോകം അവസാനമായി കേട്ട അയാളുടെ വാക്കുകൾ. മോർഗന്റെ മൃതശരീരം പോലും ഒരിക്കലും കണ്ടെത്തപ്പെട്ടില്ല. തങ്ങളുടെ രഹസ്യാത്മത കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഏത് ക്രൂരകൃത്യങ്ങളും അനുഷ്ഠിക്കുന്നതിന് ഫ്രീമേസൺസിന് ഒരു മടിയുമില്ല എന്ന് തെളിഞ്ഞതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇതെന്നാണ് അനുഭവജ്ഞർ പറയുന്നത്. സാധാരണഗതിയിൽ ഫ്രീമേസൺസ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പുറം ലോകം അറിയാറില്ലെങ്കിലും ഈ സംഭവം വലിയ വിവാദങ്ങൾക്കിടയാക്കി. അതുണ്ടാക്കിയ അനുരണനങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ബ്രദർഹുഡിൻ്റെ സ്വാധീനം സംബന്ധിച്ച് നിങ്ങൾക്കൊരു ചെറിയ ധാരണയെങ്കിലും കിട്ടുന്നതിന് ചില കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. മെയ്സണറി, ഫ്രീ മെയ്സണറി, ദ ലോഡ്ജ് എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് ഫ്രീമേസൺ ബ്രദർഹുഡ് പൊതുവെ അറിയപ്പെടുന്നത്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക വെളിപ്പെടുത്തുന്നതനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ നിഗൂഢ സംഘമാണ് ബ്രദർഹുഡ്. ഈ ജനുവരി 19 അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം ജോ ബൈഡൻ ഫ്രീമേസൺ ബ്രദർഹുഡിൽ അംഗമെടുത്തു എന്ന വാർത്ത പലരെയും അത്ഭുതപ്പെടുത്തിയതായി വായിച്ചു. എന്നാൽ അമേരിക്കയുടെ ചരിത്രമറിയാവുന്ന ആർക്കും അതിൽ അത്ഭുതത്തിന് അവകാശമില്ല എന്നതാണ് വാസ്തവം. ലോകമാസകലം വേരുറപ്പിച്ചിരുന്ന ഫ്രീമേസൺ ബ്രദർഹുഡ് ഒരു കാലത്ത് അമേരിക്കയിൽ സർവശക്തമായിരുന്നു. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപനത്തിലും വളർച്ചയുടെ സമസ്ത ഘട്ടങ്ങളിലും അവർ ചെലുത്തിയ അപാരമായ സ്വാധീനത്തിൻ്റെ ആഴം അധികമാർക്കും അറിവില്ലാത്ത യാഥാർത്ഥ്യമാണ്. അമേരിക്കൻ ഭരണയന്ത്രത്തിന്മേൽ ഇത്രമേൽ സ്വാധീനമുറപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രസ്ഥാനവുമില്ല. അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണല്ലോ 1776 ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നറിയപ്പെടുന്നത്. ആധുനിക ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമെന്ന് വിളിക്കാവുന്ന ഈ രേഖയിൽ ഒപ്പുവെച്ച 56 രാഷ്ട്ര നേതാക്കളെ അമേരിക്കയുടെ സ്ഥാപക പിതാക്കന്മാർ എന്നാണ് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിൽ അംബേദ്കറിനെയും നെഹ്റുവിനെയും പട്ടേലിനെയും പോലെയുള്ളവർക്കുണ്ടായിരുന്ന വലിയ പങ്കുപോലെ അമേരിക്കൻ ഐക്യനാടുകളുടെ ഉത്ഭവത്തിൽ തന്നെ പങ്കുണ്ടായിരുന്ന ഈ 56 സ്ഥാപക പിതാക്കന്മാരിൽ 9 പേർ ഫ്രീമേസൺ ഗ്രാൻഡ് മാസ്റ്റർമാരായിരുന്നു. ഈ 9 പേരെ പോലെ പരസ്യമായി തങ്ങളുടെ ഫ്രീമേസൺ അസ്തിത്വം വെളിപ്പെടുത്താത്തവർ അടക്കം അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക പിതാക്കന്മാർക്കിടയിൽ 37%, അതായത് 21 പേർ ഫ്രീമേസണുകളായിരുന്നു. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. 1787 സെപ്റ്റംബർ 17 അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത്. ഈ അമേരിക്കൻ ഭരണഘടനയിൽ ഒപ്പുവെച്ച 39 പേരിൽ 13 പേർ, അതായത് 33% ഫ്രീമേസൺ ഗ്രാൻഡ് മാസ്റ്റർമാരായിരുന്നു. ഇവരിൽ പ്രമുഖനായിരുന്ന ചീഫ് ജസ്റ്റിസ് ജോൺ മാർഷൽ അമേരിക്കൻ സുപ്രീം കോടതിയും നിയമവ്യവസ്ഥയും കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥയിന്മേൽ അവർക്ക് മേൽക്കൈ ലഭിച്ചു എന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ലല്ലോ. ഇത് സ്ഥാപക പിതാക്കന്മാരുടെ കാര്യം.
ഐക്യനാടുകളുടെ പിൽക്കാല ചരിത്രത്തിൽ ഇക്കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായോ? ഉണ്ടായില്ലെന്ന് മാത്രമല്ല, നാളിതുവരെ അമേരിക്കൻ പ്രസിഡന്റുമാരായ 44 പേരിൽ സ്ഥാപക പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടൺ അടക്കം 14 പേർ മാസ്റ്റർ മെയ്സൺ ഡിഗ്രിയുള്ള ഫ്രീ മെയ്സൺസ് ആയിരുന്നു. അതായത് സ്വതന്ത്ര അമേരിക്കയുടെ ചരിത്രത്തിൽ സുദീർഘമായ 92 വർഷങ്ങൾ ആ രാജ്യം ഭരിച്ചത് ഫ്രീ മെയ്സൺ പ്രസിഡന്റുമാരായിരുന്നു. അമേരിക്കയിൽ 0.39% മാത്രമുള്ള ഫ്രീ മെയ്സണുകളുടെ ഇടയിൽ നിന്നുമാണ് 31%, അതായത് 14 ഫ്രീ മെയ്സൺ പ്രസിഡന്റുമാർ ഉണ്ടായത്. അതേസമയം രജിസ്റ്റർ ചെയ്ത 22% കത്തോലിക്കർക്കിടയിൽ നിന്നും വെറും 2 കത്തോലിക്കർ, അതായത് 4% മാത്രമാണ് നാളിതുവരെ പ്രസിഡന്റുമാരായിട്ടുള്ളത്. ജോൺ എഫ് കെന്നഡിയും ജോ ബൈഡനും. ഈ ജോ ബൈഡനാണ് കഴിഞ്ഞ ദിവസം ഫ്രീ മെയ്സൺ ബ്രദർഹുഡിൽ അംഗമായത്. അമേരിക്കയുടെ സർവ്വമേഖലകളിലും ഫ്രീ മെയ്സണുകൾ തങ്ങളുടെ മുദ്ര ചാർത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് വെറും ആലങ്കാരികമായിട്ടല്ല. ഫ്രീ മെയ്സനായിരുന്ന പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കൻ ഡോളർ നോട്ടിൽ 1935 ആലേഖനം ചെയ്യിച്ച പിരമിഡിന്റെയും സർവസാക്ഷിയായ കണ്ണ് എന്നറിയപ്പെടുന്ന ഒറ്റക്കണ്ണിന്റെയും ചിത്രങ്ങൾ ഫ്രീ മെയ്സൺ മുദ്രകളാണ് എന്നത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് കരുതപ്പെടുന്നു. കൂടെ പറയട്ടെ, ഫ്രീ മെയ്സണുകളുടെ സ്വാധീനം അമേരിക്കയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ചുരുങ്ങിയത് 40 പേരെങ്കിലും ബ്രദർഹുഡിൽ അംഗങ്ങളാണ്. എലിസബത്ത് രാജ്ഞിയുടെ കസിനും രാജകുടുംബത്തിലെ മുതിർന്ന അംഗവും ഡ്യൂക്ക് ഓഫ് കെന്റുമായ പ്രിൻസ് എഡ്വേർഡ് കഴിഞ്ഞ 50 വർഷങ്ങളായി യുണൈറ്റഡ് ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഗ്രാൻഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന്റെ സഹോദരൻ പ്രിൻസ് മൈക്കിൾ ആകട്ടെ ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് മാർക്ക് മാസ്റ്റർ മെയ്സന്റെ ഗ്രാൻഡ് മാസ്റ്റർ, ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് മിഡിൽ സെക്സിന്റെ പ്രൊവിൻഷ്യൽ ഗ്രാൻഡ് മാസ്റ്റർ എന്നീ പദവികൾ വഹിക്കുന്നു. രാജകുടുംബാംഗങ്ങൾ മാത്രമല്ല, അതിപ്രസിദ്ധരും ആധുനിക യൂറോപ്യൻ സാംസ്കാരിക രൂപീകരണത്തിൽ നല്ല സ്വാധീനം ചെലുത്തിയവരുമായ മറ്റനേകരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ലാറ്റിൻ അമേരിക്കയുടെ വിമോചകൻ എന്നറിയപ്പെടുന്ന സൈമൺ ബൊളീവർ, ഫ്രഞ്ച് വിപ്ലവചിന്തയുടെ പിതാവെന്നറിയപ്പെടുന്ന വോൾട്ടയർ, ജർമ്മൻ ചിന്തകനും കവിയുമായിരുന്ന ഗീഥെ, സംഗീത സാമ്രാട്ടായിരുന്ന മൊത്സാർട്ട്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ തുടങ്ങിയവർ ഫ്രീ മെയ്സന്മാരായിരുന്നു. ഭരണതലത്തിലുള്ള ബ്രദർഹുഡിന്റെ സ്വാധീനം അറിയുന്നതിന് ഒരു ഉദാഹരണം കൂടി നമുക്ക് കാണാം. അമേരിക്കയിലേതുപോലെ തന്നെയോ അതിൽ കൂടുതലോ ആണ് ഫ്രാൻസിൽ ഭരണ രാഷ്ട്രീയ മേഖലകളിൽ ബ്രദർഹുഡിനുള്ള സ്വാധീനം. ഫ്രഞ്ച് ജനതയ്ക്കിടയിൽ വെറും 0.03% മാത്രമാണ് ഫ്രീ മെയ്സണുകളുള്ളത്. എന്നാൽ ഫ്രാൻസിന്റെ സെനറ്റിലും നാഷണൽ അസംബ്ലിയിലും 35% പ്രതിനിധികൾ ഫ്രീ മെയ്സന്മാരാണ്. അതായത് മറ്റേതൊരു വിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ഫ്രീ മെയ്സൺ ഫ്രാൻസിൽ ജനപ്രതിനിധിയാകുന്നതിന് 120 മടങ്ങ് അധിക സാധ്യതയുണ്ട് എന്ന് സാരം. ഫ്രാൻസിൽ പ്രാബല്യത്തിൽ വന്ന പല മാനവ വിരുദ്ധ നിയമങ്ങളും ഫ്രീ മെയ്സൺ ചായ്വുള്ള പ്രതിനിധികൾ അവതരിപ്പിച്ചവയാണ്. 1967 നിലവിൽ വന്ന ഗർഭനിരോധന മരുന്നുകൾ അനുവദിക്കുന്ന ബില്ല് ലൂസിയാൻ നുവേർ എന്ന ഫ്രീ മെയ്സണാണ് അവതരിപ്പിച്ചത്. ഗർഭഛിദ്രം അനുവദിക്കുന്ന 1975 നിയമം അവതരിപ്പിച്ച സിമോങ് വെയ് ഫ്രീ മെയ്സൺ അനുഭാവിയായിരുന്നു. ദയാവധം നിയമവിധേയമാക്കുന്ന ബിൽ 1978 അവതരിപ്പിച്ച ഓൺറി കയ്യവേ ഫ്രീ മെയ്സൺ ആയിരുന്നു. സ്വവർഗ വിവാഹ ബിൽ അവതരിപ്പിച്ച ക്രിസ്ത്യാൻ തൊഹ്ബീറ മറ്റൊരു ഫ്രീ മെയ്സൺ ആയിരുന്നു. കത്തോലിക്ക സഭ നഖശിഖാന്തം എതിർക്കുന്ന നയങ്ങളാണ് ഇവർ അവതരിപ്പിച്ച നിയമങ്ങളെല്ലാം എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. ലോകത്തിലെ മിക്കവാറും എല്ലാ നിയമനിർമ്മാണ സഭകളിലും അംഗങ്ങളായ ആയിരക്കണക്കിന് പ്രതിനിധികൾ ഒളിഞ്ഞും തെളിഞ്ഞുമായി ബ്രദർഹുഡിൽ അംഗങ്ങളാണ്. ഫ്രീ മെയ്സണുകളുടെ യഥാർത്ഥ സ്വാധീനം എത്രയധികമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. ഈ കണ്ടതൊക്കെ നമുക്കറിയാവുന്ന കണക്കുകൾ. ആ സംഘടനയുടെ സ്വഭാവവും അവർ അതിതീവ്രമായി കാത്തുസൂക്ഷിക്കുന്ന രഹസ്യാത്മകതയും കണക്കിലെടുക്കുമ്പോൾ നാം ഇതുവരെ കണ്ടിരിക്കുന്നതെല്ലാം മഞ്ഞുമലയുടെ മുകളറ്റം മാത്രമാണെന്ന് പല വിദഗ്ധരും കരുതുന്നു. ബ്രദർഹുഡിന്റെ ആരംഭം സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ സ്വാഭാവികമായും നിഗൂഢതയുടെ ചാരം മൂടിക്കിടക്കുന്നു. പുരാതന കാലത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നിർമ്മാണ വിസ്മയമായിരുന്നു സോളമന്റെ ദേവാലയം. പുരാതന കാലത്ത് മോറിയ എന്നും പിൽക്കാലത്ത് ജെറൂസലേം എന്നും അറിയപ്പെട്ടിരുന്ന മലയുടെ മുകളിൽ ടെമ്പിൾ മൗണ്ടിൽ സോളമൻ പണിതീർത്തിയ ആ മന്ദിരം ഐസക് ന്യൂട്ടനെ പോലും അതിശയിപ്പിച്ചിരുന്നു.
ജോമെട്രിയുടെ അങ്ങേയറ്റം എന്ന് അദ്ദേഹം വിലയിരുത്തിയ ആ മഹാദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത നിർമ്മാണ വിദഗ്ധരിലാണ് ചില ചരിത്രകാരന്മാർ ഫ്രീമേസൺ ബ്രദർഹുഡിൻ്റെ തുടക്കം ദർശിക്കുന്നത്. ഇതിൽ ടെമ്പിൾ മൗണ്ട് എന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബ്രദർഹുഡിൻ്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്രത്തിൽ ടെമ്പിൾ മൗണ്ടിൽ ആസ്ഥാനമുറപ്പിച്ച ഒരു സംഘടനയുമായി അവരെ കൂട്ടിച്ചേർത്ത് കാണുന്ന സാഹചര്യമുണ്ടാകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദീകരിക്കാം. ഈജിപ്തിലെ ഫറവോമാരുടെ കീഴിലുണ്ടായിരുന്ന അതിനിപുണരായ കരകൗശല വിദഗ്ധരിലാണ് ബ്രദർഹുഡിൻ്റെ ആരംഭമെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആ വാദത്തിൽ വലിയ കഴമ്പുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. തങ്ങളുടെ യഥാർത്ഥ ഉത്ഭവം സംബന്ധിച്ച വിവരങ്ങൾ രഹസ്യമാക്കി വയ്ക്കാൻ അവരുപയോഗിക്കുന്ന മറ്റൊരു തന്ത്രമാണിതെന്നാണ് പലരും കരുതുന്നത്. 1717 സ്ഥാപിതമായതും ഗ്രാൻഡ് ലോഡ്ജ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പിന്നീട് അറിയപ്പെട്ടതുമാണ് ലോകത്തിലെ ആദ്യത്തെ ലോഡ്ജ് എന്നാണ് പൊതുധാരണ. എന്നാൽ അതിനും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1500കളിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന ഔദ്യോഗിക രേഖകൾ ഞാൻ തന്നെ വായിച്ചിട്ടുണ്ട്. എഡിൻബ്രയിലെ 19 ഹിൽ സ്ട്രീറ്റിലുള്ള മേരീസ് ചാപ്പൽ എന്ന ഫ്രീമേസൺ ലോഡ്ജിൽ 1599 മുതലുള്ള ലോഡ്ജ് അംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൃത്യമായ ഔദ്യോഗിക രേഖയുണ്ട്. ലോഡ്ജ് എന്നത് കത്തോലിക്ക സഭയിൽ പാരിഷ് അഥവാ ഇടവക എന്ന് പറയുന്നതിൻ്റെ ഫ്രീമേസൺ പര്യായമാണ്. ലോഡ്ജിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വിഭാഗം ചരിത്രകാരന്മാർ വിശ്വസിക്കുന്ന ബ്രദർഹുഡിൻ്റെ മറ്റൊരു ഉത്ഭവ വിവരണം കാണുന്നത് നന്നായിരിക്കും. കുരിശുയുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രമുഖ ശക്തിയായി വളർന്നു വന്ന നൈറ്റ് ടെംപ്ലാറുകളെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ജെറുസലേമിന് ചുറ്റുപാടുമുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ കീഴടക്കിയ മുസ്ലിങ്ങൾ വിശുദ്ധ നാടുകളിലേക്ക് യാത്ര ചെയ്തിരുന്ന തീർത്ഥാടകരെ കൊള്ളയടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പതിവായപ്പോൾ തീർത്ഥാടകർക്ക് സംരക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടെ മുൻപ് ജെറുസലേമിലെ ദേവാലയം നിലനിന്നിരുന്ന സ്ഥലമായ ടെമ്പിൾ മൗണ്ട് ആസ്ഥാനമാക്കി 1119 രൂപീകൃതമായ സന്യസ്തരായ യോദ്ധാക്കളായിരുന്നു നൈറ്റ് ടെംപ്ലാറുകൾ. അസാധാരണമായ പ്രവർത്തന രീതിയായിരുന്നു നൈറ്റ് ടെംപ്ലാറുകളുടേത്. യുദ്ധരംഗത്തു നിന്നും ഒരു കാരണവശാലും പിന്തിരിയില്ല എന്ന വ്രതവും വിശ്വാസത്തെ പ്രതിയുള്ള മരണം അഭിലഷണീയമാണെന്ന വിശ്വാസവും ഉണ്ടായിരുന്ന ആ അതിധീര യോദ്ധാക്കൾ ശത്രുക്കളുടെ എക്കാലത്തെയും പേടി സ്വപ്നമായിരുന്നു. കുരിശുയുദ്ധങ്ങൾ പലതും വിജയിക്കുന്നതിന് പ്രധാന കാരണം തന്നെ നൈറ്റ് ടെംപ്ലാറുകളുടെ ഈ നിശ്ചയദാർഢ്യമായിരുന്നു. അവരെക്കുറിച്ചും അവരുടെ ധീരോദാത്തതയെക്കുറിച്ചും എത്ര പറഞ്ഞാലും അവസാനിക്കില്ല. എങ്കിലും കുരിശുയുദ്ധങ്ങൾ കഴിഞ്ഞതോടെ നൈറ്റ് ടെംപ്ലാറുകളോട് സാമ്പത്തികമായി കടപ്പെട്ടിരുന്ന പല രാജാക്കന്മാർക്കും അവർ അനഭിമതരായി. അത്തരക്കാരിൽ പ്രമുഖനായിരുന്നു ഫ്രഞ്ച് രാജാവായിരുന്ന ഫിലിപ്പ് ആറാമൻ. 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഫിലിപ്പ് ആ സമൂഹത്തെ ക്രൂരമായ വിധത്തിൽ അടിച്ചമർത്തി. ഫ്രാൻസിൽ അവർ അടിച്ചമർത്തപ്പെട്ട സമയത്ത് തന്നെ മറ്റ് രാജ്യങ്ങളിലും അവർ ഭീഷണി നേരിട്ടു. ആ സാഹചര്യത്തിൽ ഒളിവിൽ പോയ നൈറ്റ് ടെംപ്ലാറുകളിൽ നിന്നുമാണ് ഫ്രീമേസൺ ബ്രദർഹുഡിൻ്റെ ആരംഭം എന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട്. ഇതിനുപോൽബലകമായ പല തെളിവുകൾ ഇംഗ്ലണ്ടിൽ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ട്. നൈറ്റ്സ് ടെംപ്ലാറുകളുടെ ആസ്ഥാനമായിരുന്ന ടെമ്പിളാണ് ഇന്ന് ലോകപ്രസിദ്ധമായ നിയമ പഠനശാലയായി ഇൻസ് ഓഫ് ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇപ്പോഴും ഫ്രീമേസണുകളുടെ കൈവശമാണ്. അതേസമയം മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ ജർമ്മനിയിലെ ബവേറിയയിൽ ആദം വെയ്സോപ്പ് എന്ന ജർമ്മൻകാരൻ 1776 രൂപം നൽകിയ ബവേറിയൻ ഇലൂമിനാറ്റി എന്ന രഹസ്യ സംഘടനയിൽ നിന്നുമാണ് ബ്രദർഹുഡിൻ്റെ ആരംഭം. ബ്രദർഹുഡ് പോലെ തന്നെ വളരെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിച്ചിരുന്ന സംഘടനയായിരുന്നു ഇലൂമിനാറ്റിയും. എന്നാൽ 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യകാലങ്ങളിൽ ഒരപ്രതീക്ഷിത സംഭവമുണ്ടായി. 1784 തികച്ചും അവിചാരിതമായി ഇലൂമിനാറ്റിയുടെ നിരവധി രഹസ്യ കത്തിടപാടുകൾ പരസ്യമാക്കപ്പെട്ടു. ഇവയിലൂടെ ആ സംഘടനയുടെ അതുവരെ രഹസ്യമാക്കി വയ്ക്കപ്പെട്ടിരുന്ന മതവിരുദ്ധ രാജ്യവിരുദ്ധ തത്വചിന്തകളും റിക്രൂട്ടിംഗ് തന്ത്രങ്ങളും വെളിപ്പെടുത്തപ്പെട്ടു. തുടർന്ന് 1785 ബവേറിയയുടെ ഭരണാധികാരിയായ കാൾ തിയഡോർ ഇലൂമിനാറ്റിയെ നിരോധിച്ചു. ഇതോടെ ആ സംഘടനയുടെ അന്ത്യമായി എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ചില ചരിത്രകാരന്മാരുടെ വാദമനുസരിച്ച് നിരോധിക്കപ്പെട്ട ഇലൂമിനാറ്റിക്കാരിൽ ഒരു വലിയ വിഭാഗം തങ്ങളുടേതിനോട് വലിയ സാമ്യ സ്വഭാവമുള്ള ബ്രദർഹുഡിൽ ചേർന്ന് പ്രവർത്തിക്കുകയും ക്രമേണ ആ സംഘടനയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും മറ്റു ചിലർ വാദിക്കുന്നത് പോലെ ബ്രദർഹുഡിൻ്റെ ആരംഭം തീർച്ചയായും ഇലൂമിനാറ്റിയിൽ നിന്നല്ല.
കാരണം അവരുടെ ആരംഭ വർഷമായി 1776 വളരെ മുൻപ് തന്നെ ബ്രദർഹുഡ് സ്ഥാപിതമായി കഴിഞ്ഞിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇത്തരം വിവിധ പാരമ്പര്യങ്ങളുണ്ടെങ്കിലും ബ്രദർഹുഡിൻ്റെ യഥാർത്ഥ ഉത്ഭവം മറ്റൊന്നാണ് എന്നാണ് പ്രബലവാദം. മധ്യകാലഘട്ടങ്ങളിലെ യൂറോപ്യൻ നിർമ്മാണ വിസ്മയങ്ങളായ ദേവാലയങ്ങളെയും രാജകൊട്ടാരങ്ങളെയും കുറിച്ച് കേൾക്കുകയെങ്കിലും ചെയ്യാത്തവർ ഉണ്ടാകുകയില്ലല്ലോ. 12-ാം നൂറ്റാണ്ടിൽ ഇത്തരം മഹാമന്ദിരങ്ങളുടെ നിർമ്മാണങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന കൽപ്പണി വിദഗ്ധരുടെ ഗിൽഡുകളിൽ നിന്നുമാണ് ഫ്രീമേസൺ ബ്രദർഹുഡിൻ്റെ ആരംഭം എന്ന വിലയിരുത്തലാണ് കൂടുതൽ ശരിയെന്നാണ് ഞാൻ കരുതുന്നത്. മധ്യകാലഘട്ടത്തിൽ ഏറ്റവും അധികം സമ്പത്ത് ഒഴുകിയിരുന്ന മേഖലയാണ് കത്തീഡ്രലുകളുടെയും കൊട്ടാരങ്ങളുടെയും നിർമ്മാണ രംഗം. ഈ ആധുനിക കാലത്ത് പോലും നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ അത്ഭുതങ്ങളായി അവശേഷിക്കുന്ന ആ നിർമ്മാണ വിസ്മയങ്ങൾ അക്കാലത്തെ അതിപ്രഗത്ഭരായ കൽപ്പണിക്കാരുടെ പ്രാഗൽഭ്യം വിളിച്ചോതുന്നവയാണ്. അനേകം ദശകങ്ങൾ, ഒരുപക്ഷെ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയായിരുന്നു ഓരോ കത്തീഡ്രലിൻ്റെയും കൊട്ടാരത്തിൻ്റെയും നിർമ്മാണം. അതിൻ്റെ ഓരോ നിർമ്മാണ മേഖലയിലും ഫോർമാൻ എന്നറിയപ്പെടുന്ന അതിവിദഗ്ധ തൊഴിലാളികളും അവർക്ക് കീഴിൽ തൊഴിൽ പരിശീലനം നേടുന്ന അപ്രന്റീസുകളും ഉണ്ടായിരുന്നു. ഈ മഹാമന്ദിരങ്ങളുടെ നിർമ്മാണം പൂർത്തിയാകാൻ ദശകങ്ങളോ ശതാബ്ദങ്ങളോ തന്നെ എടുത്തിരുന്നു. ഉദാഹരണമായി അതിപ്രശസ്തമായ കൊളോൺ കത്തീഡ്രലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 600-ലധികം വർഷങ്ങൾ എടുത്തിരുന്നു. ഇപ്രകാരം വർഷങ്ങളോളം ഒരുമിച്ച് ജീവിച്ചിരുന്ന ഈ തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധം സ്വാഭാവികമായും വളരെ ദൃഢമായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരു അപകടമുണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ ഏതാണ്ടൊരു ഗോത്ര സ്വഭാവത്തോടെ ആ അംഗത്തെ അവർ സംരക്ഷിച്ചു പോന്നു. ഈ കൂട്ടായ്മയെ ഗിൽഡുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓരോ തൊഴിലിനും വ്യത്യസ്ത ഗിൽഡുകൾ ഉണ്ടായിരുന്നു. കൽപ്പണിക്കാരുടെ ഗിൽഡ് ഫ്രീമേസൺ ഗിൽഡ് എന്നറിയപ്പെട്ടിരുന്നു. ഇതിലെ അംഗങ്ങളായ നിർമ്മാണ വിദഗ്ധർ ഫ്രാൻസിൽ ഫ്രാൻ മക്സോൺ, ഇറ്റലിയിൽ ലീബ്രി മുറാത്തൊറി, ജർമ്മനിയിൽ ഫ്രൈ മൗറൻ എന്നിങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കത്തീഡ്രലിൻ്റെ പണി കഴിയുമ്പോൾ അതുവരെ ഒന്നിച്ച് താമസിച്ച് ജോലി ചെയ്തിരുന്ന നിർമ്മാണ വിദഗ്ധർ അഥവാ മെയ്സന്മാർ അടുത്ത തൊഴിൽ രംഗം തേടി പലപ്പോഴും മറ്റൊരു രാജ്യത്ത് പോലും പോകേണ്ട സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ നിയതമായ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഇല്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു പുതിയ നിർമ്മാണ രംഗത്ത് എത്തിച്ചേരുന്ന ഒരു തൊഴിലാളിയുടെ യഥാർത്ഥ വൈദഗ്ധ്യം അറിയുന്നതിന് നിയതമായ മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ യഥാർത്ഥ നിർമ്മാണ വിദഗ്ധരെ തട്ടിപ്പുകാരിൽ നിന്നും തിരിച്ചറിയുന്നതിന് വേണ്ടി നിർമ്മാണ കലയിലെ ഓരോ വിദ്യകളും കരസ്ഥമാക്കുന്നതിനനുസരിച്ച് ഗിൽഡ് അവർക്ക് ഒരു രഹസ്യ കോഡ് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അത്രേ. അപ്രകാരം ഒരു മെയ്സന് പരമാവധി 33 ഡിഗ്രികൾ വരെ ലഭിക്കാമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ രഹസ്യ കോഡ് നിലവിൽ വന്നതോടുകൂടി ഒരു നിർമ്മാണ വിദഗ്ധന് തന്നെ പരിചയമില്ലാത്ത ഒരു കത്തീഡ്രൽ നിർമ്മാണ മേഖലയിൽ എത്തിച്ചേർന്നാലും ചില പ്രത്യേകതരം ഹസ്തദാന രീതികൾ, രഹസ്യ സംജ്ഞകൾ, കൽപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ മാതൃകയിലുള്ള ആഭരണങ്ങൾ മുതലായവ വഴി തൻ്റെ പ്രാഗൽഭ്യവും സംഘടനയിലെ റാങ്കും മനസ്സിലാക്കി കൊടുക്കുന്നതിനും അങ്ങനെ തനിക്ക് അർഹമായ ബഹുമാനം നേടിയെടുക്കുന്നതിനും സാധിക്കുമായിരുന്നു. മധ്യകാലഘട്ടത്തിൻ്റെ അന്ത്യത്തോടെ ഗോത്തിക്, ബാറൂക്ക് ശൈലികളിലുള്ള കത്തീഡ്രൽ നിർമ്മാണം അവസാനിച്ചു. എങ്കിലും ഫ്രീമേസന്മാരുടെ ഈ പാരമ്പര്യത്തിൽ നിന്നുമാണത്രേ ബ്രദർഹുഡിൻ്റെ 33 ഡിഗ്രികൾ, രഹസ്യ സംജ്ഞകൾ, പ്രത്യേകതരം ഹസ്തദാന രീതികൾ, ഫ്രീമേസൺ മുദ്രകൾ തുടങ്ങിയവയുടെ ആരംഭം. കൂടെ പറയട്ടെ, കോയിൽസ് മെയ്സോണിക് എൻസൈക്ലോപീഡിയ എന്ന ആധികാരിക ഗ്രന്ഥമനുസരിച്ച് ഫ്രീമേസന്മാർക്കിടയിൽ 1100 ഡിഗ്രികൾ വരെയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ആദ്യകാലങ്ങളിൽ നിർമ്മാണ മേഖലയിൽ നിന്നുമുള്ളവർ മാത്രമാണ് ഈ സംഘടനയിൽ അംഗങ്ങളായിരുന്നത്. എന്നാൽ പിന്നീട് അവരുടെ സ്ഥാനത്ത് സമൂഹത്തിൻ്റെ നാനാ മേഖലകളിലും നിന്നുള്ളവരുടെ, പ്രത്യേകിച്ചും ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രമുഖരുടെ ഒരു നിഗൂഢ സംഘമായി ബ്രദർഹുഡ് വളർന്നു. ഇന്ന് നമുക്ക് ലഭ്യമായ രേഖകൾ പ്രകാരം 1717 അതുവരെ ലണ്ടനിൽ സ്വതന്ത്രമായി പ്രവർത്തിച്ചിരുന്ന 4 ഫ്രീമേസൺ ലോഡ്ജുകൾ ആംഗ്ലിക്കൻ സഭയിലെ ലണ്ടൻ ബിഷപ്പിൻ്റെ ഭദ്രാസനമായ സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഗൂസ് ആൻഡ് ഗ്രിഡയൻ ടവേണിൽ സമ്മേളിച്ച് ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ഗ്രാൻഡ് ലോഡ്ജ് സ്ഥാപിച്ചു. ഫ്രീമേസൺസ് പുറത്തു പറയുന്നതനുസരിച്ച് അവരുടെ അംഗങ്ങൾക്ക് അപ്രന്റീസ്, ഫെല്ലോ ക്രാഫ്റ്റ്,
മാസ്റ്റർ മെയ്സൺ എന്നിങ്ങനെ 3 ഡിഗ്രികൾ മാത്രമാണുള്ളതെങ്കിലും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവർക്ക് മറ്റനേകം രഹസ്യ ഡിഗ്രികളും ഉണ്ടെന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് കത്തോലിക്ക സഭയും ബ്രദർഹുഡും തമ്മിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. കത്തോലിക്കർ ഫ്രീമെയ്സൺ ബ്രദർഹുഡിൽ ചേരുന്നതിന് നിശിതമായ വിലക്കുണ്ട്. കഴിഞ്ഞ 200 വർഷങ്ങൾക്കിടയിൽ ആകെയുണ്ടായിരുന്ന 15 മാർപ്പാപ്പാമാരിൽ 11 പേരും ചുരുങ്ങിയത് 20 ആധികാരിക രേഖകളിലൂടെ അതിനിശിതമായ ഭാഷയിൽ ഫ്രീമെയ്സൺ ബ്രദർഹുഡിനെ അപലപിച്ചിട്ടുണ്ട്. ബ്രദർഹുഡ് ഔദ്യോഗികമായി നിലവിൽ വന്ന് അധികം താമസിയാതെ തന്നെ 1738 ഏപ്രിൽ 28 ക്ലെമന്റ് 12 മാർപ്പാപ്പ ഇനേമിനന്തി അപ്പസ്തോലാത്തസ് സ്പെക്കുല എന്ന പേപ്പൽ ബുള്ളിലൂടെ ക്രിസ്ത്യാനികൾ ബ്രദർഹുഡിൽ ചേരുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. തന്റെ തീരുമാനത്തിന് ഉപോത്ബലകമായി നിരവധി കാരണങ്ങളും പരിശുദ്ധ പിതാവ് നിരത്തി. ബ്രദർഹുഡിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവർക്ക് അവർ വിധിക്കുന്ന മാരക ശിക്ഷകൾ വിവരിക്കുന്ന സത്യപ്രതിജ്ഞകളും അവർ അനുഷ്ഠിക്കുന്നതായി പറയപ്പെടുന്ന ക്രൂരങ്ങളായ പൂജാവിധികളുമായിരുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം ബ്രദർഹുഡിലെ അംഗത്വം മഹ്റോൻ ശിക്ഷയ്ക്ക് വിധേയമായ കുറ്റമാണ്. 1983 ബെനഡിക്റ്റ് 16 പാപ്പ വിശ്വാസ തിരുസംഘത്തിന്റെ അധിപനായിരുന്നപ്പോൾ വെളിപ്പെടുത്തിയതനുസരിച്ച് മാസോണിക് സംഘങ്ങളിൽ അംഗങ്ങളായിരിക്കുന്നവർ മാരക പാപത്തിലാണ്. അവർ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പാടുള്ളതല്ല. ഇത് പറയുമ്പോൾ തന്നെ പറയട്ടെ, അനേകം കത്തോലിക്ക കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും ഫ്രീമെയ്സൺ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അടുത്ത ഭാഗത്തിൽ ഞാൻ നൽകുന്നതാണ്. 1873 നവംബർ 29 9 പിയൂസ് പാപ്പ പുറപ്പെടുവിച്ച എൽ സി ബുൽത്ത എന്ന ചാക്രിക ലേഖനം ബ്രദർഹുഡിനെ ഇങ്ങനെയാണ് വിലയിരുത്തിയത്: ലോകമാസകലം അനന്തമായി നീളുന്ന യുദ്ധങ്ങളുടെ പിന്നിലെ യഥാർത്ഥ ചാലക ശക്തി ഫ്രീമെയ്സൺ ബ്രദർഹുഡ് ആയതിനാലും വിവിധങ്ങളായ നിഗൂഢ മാർഗങ്ങളിലൂടെ സഭയ്ക്കെതിരെ അവർ ചെയ്യുന്ന വിധ്വംസക പ്രവർത്തനങ്ങളെ കണക്കിലെടുക്കുമ്പോഴും യഥാർത്ഥത്തിൽ സാത്താന്റെ സിനഗോഗാണ് ആ സംഘടന. ആധുനിക കാലത്ത് സഭ ഇത്ര വ്യക്തമായ രീതിയിൽ അപലപിച്ചിട്ടുള്ള മറ്റേതെങ്കിലും പ്രസ്ഥാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. അസാധാരണമെന്ന് വിലയിരുത്തേണ്ട ഈ നിലപാടിന് സഭയെ പ്രേരിപ്പിച്ചത് എന്ത് എന്നതിനെക്കുറിച്ച് അത്ഭുതപ്പെടുമ്പോൾ തന്നെ മാനുഷികമായി നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം നിത്യസത്യങ്ങളെക്കുറിച്ചും രക്ഷയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ചും അവൾക്ക് ദൈവിക വെളിപ്പെടുത്തലുകൾ ലഭിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നാം ഓർമ്മിക്കണം. എന്തുകൊണ്ടായിരിക്കും സഭ സമൂഹത്തിൽ നിലയും വിലയുമുള്ളവർ അംഗങ്ങളായ ഈ സംഘടനയെ ഇപ്രകാരം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് അഥവാ എതിർത്തുകൊണ്ടിരുന്നത്? അതിന് വ്യക്തമായ പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, ക്രൈസ്തവ ദൈവസങ്കല്പമല്ല, നോസ്റ്റിസിസം എന്നറിയപ്പെടുന്ന ജ്ഞാനവാദ ചിന്താധാരയാണ് യഥാർത്ഥത്തിൽ അവരുടെ ദൈവസങ്കല്പം. ഗ്രാൻഡ് ആർക്കിടെക്റ്റ് ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ് അവർ അവരുടെ ദൈവത്തെ വിളിക്കുന്നത്. മുൻപേ ഉണ്ടായിരുന്ന വസ്തുക്കളിൽ നിന്നും പ്രപഞ്ച നിർമ്മാണം നടത്തുക മാത്രം ചെയ്ത ഒരു ഡെമിയേർജ് അഥവാ ഒരു ഗ്രാൻഡ് മാസ്റ്റർ മെയ്സൺ മാത്രമാണ് അവരുടെ ദൈവം. അല്ലാതെ ഏതാണ്ട് എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്നത് പോലെ ഇല്ലായ്മയിൽ നിന്നും പ്രപഞ്ച സൃഷ്ടി നടത്തിയ സകലത്തിനും ആദി കാരണവും തന്നിൽ തന്നെ പൂർണ്ണനും സൃഷ്ടാവുമായ ദൈവമല്ല ബ്രദർഹുഡിൻ്റെ ദൈവസങ്കല്പം. അതായത് അവർക്ക് ദൈവം സൃഷ്ടാവല്ല, നിർമ്മാതാവ് മാത്രമാണ്. പുറമേ നിരുപദ്രവകരമെന്ന് കാണപ്പെടുന്നത് ഈ സംഘടനയുടെ യഥാർത്ഥ സ്വഭാവമല്ലെന്നും യഥാർത്ഥത്തിൽ ഒക്കൾട്ട് സ്വഭാവമുള്ള ചടങ്ങുകൾ, സാത്താൻ ആരാധന എന്നിവ ഗൂഢമായി നടത്തുന്ന ഒരു സംഘമാണിത് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നിഗൂഢ സ്വഭാവവും പൈശാചിക ബന്ധവുമുണ്ട് എന്ന് കരുതപ്പെടുന്ന കബാലയുടെ തത്വചിന്തകളാണ് ലോഡ്ജിൻ്റെ ആന്തരിക ചൈതന്യമെന്നാണ് എലീഫാസ് ലീവയുടെ ട്രാൻസെൻഡൻ്റൽ മാജിക് എന്ന വിഖ്യാത ഗ്രന്ഥം പറയുന്നത്. ഈ സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നതിനുള്ള വഴികൾ വളരെ ക്ലേശകരമാണ്. സംഘത്തിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവരെ വളരെ നിശിതമായ നിരീക്ഷണത്തിനും പ്രമുഖരായ 2 ഫ്രീമെയ്സണുകളുടെ ശുപാർശയ്ക്കും ശേഷം മാത്രമാണ് അംഗത്വത്തിന് പരിഗണിക്കുക പോലും ചെയ്യുന്നത്. ആ കടമ്പകൾ കടക്കുന്നവരിൽ നിന്നും ലോഡ്ജിൽ വോട്ടിനിട്ട് ഭൂരിപക്ഷവും കൂടി ലഭിക്കുന്നവർക്ക് മാത്രമാണ് അംഗത്വം നൽകുന്നത്. തുടർന്ന് എന്നെങ്കിലും സംഘടന വിട്ടുപോയാലോ തങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാലോ ഉള്ള കഠിന ശിക്ഷകൾ അവർക്ക് വിവരിച്ചു കൊടുക്കും.
താൻ നിയമങ്ങളെല്ലാം അണുവിട തെറ്റാതെ തന്നെ അനുസരിച്ചു കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ നടത്തിയതിനും ശേഷമാണത്രേ ഒരാൾക്ക് സംഘടനയിൽ അംഗത്വം ലഭിക്കുന്നത്. ലോഡ്ജിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായി എടുക്കുന്ന സത്യപ്രതിജ്ഞയിലെ ബ്രദർഹുഡിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാലുള്ള ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ശിരച്ഛേദം ചെയ്യപ്പെടുക, എൻ്റെ നാവ് അതിൻ്റെ കടയ്ക്കൽ നിന്നും പറിച്ചെടുക്കപ്പെടുക, എൻ്റെ ശരീരം സമുദ്രാന്തർഭാഗത്തെ മണലിൽ ആഴ്ത്തപ്പെടുക എന്നിവയിൽ കുറയാത്ത ശിക്ഷകൾക്ക് ഞാൻ വിധേയനാക്കപ്പെടും. തുടർന്നും രഹസ്യ സ്വഭാവമുള്ള അനേകം ചടങ്ങുകളിലൂടെയാണത്രേ ഒരംഗം തൻ്റെ ബ്രദർഹുഡ് പ്രയാണം തുടരുന്നത്. 33 ഡിഗ്രികളുള്ള ബ്രദർഹുഡിലെ പല ചടങ്ങുകളും ഭീഭത്സങ്ങളും അപകടകരവുമാണെന്ന് അറിവുള്ളവർ പറയുന്നു. രക്തപങ്കിലമായ ചടങ്ങുകൾ മുതൽ സാത്താൻ ആരാധനയുടെ ഭാഗമായ നരബലി വരെ അവിടെ നടക്കുന്നുണ്ട് എന്ന് ആരോപണമുണ്ട്. പലപ്പോഴും അത്തരം ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ സംഘത്തിൻ്റെ അധികാര സ്വാധീനം ഉപയോഗിച്ച് മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയാം. 2014 മാർച്ച് 5-നാണ് ഈ സംഭവം നടന്നത്. ന്യൂയോർക്കിലെ സൗത്ത് സൈഡ് മാസോണിക് ലോഡ്ജ് നമ്പർ 493-ൽ നടന്ന ഡിഗ്രി ദാന ചടങ്ങിനിടയിൽ വില്യം ജെയിംസ് എന്ന ഫ്രീമേസൺ വെടിയേറ്റ് മരിച്ചതാണ് അത്. ഇതുപോലെയുള്ള മറ്റ് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയിൽ വളരെ ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണത്രേ പുറം ലോകം അറിയുന്നത്. സൗത്ത് സൈഡ് മൈസോണിക് ലോഡ്ജിൻ്റെ മുതിർന്ന അംഗങ്ങളുടെ കൂട്ടായ്മയാണ് ഫെല്ലോ ക്രാഫ്റ്റ് ക്ലബ്. ആൽബർട്ട് എയ്ഡ് എന്ന ഫ്രീമേസണാണ് ആ ലോഡ്ജിൻ്റെ മാസ്റ്റർ. ലോഡ്ജിലേക്ക് അംഗത്വ ഡിഗ്രി നൽകുന്നതിൻ്റെ ഭാഗമായി നടന്ന ചടങ്ങുകളുടെ ഭാഗമായി സ്ഥാനാർത്ഥിയായ വില്യം ജെയിംസ് എന്ന 47-കാരൻ്റെ മുഖത്തിന് നേരെ 20 അടി മാത്രം അകലെ നിന്നുകൊണ്ട് ആൽബർട്ട് എയ്ഡ് വെടിയുതിർത്തു. വില്യം ജെയിംസിന് വെടിയേൽക്കുകയും അയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അസാധാരണമായ സംഭവം അതല്ല. ആൽബർട്ട് എയ്ഡിൻ്റെ മേൽ കൊലക്കുറ്റത്തിന് കേസെടുത്തില്ല എന്നതാണ് അവിശ്വസനീയമായ വസ്തുത. പോലീസ് നിയമവ്യവസ്ഥകളുടെയും കോടതികളുടെയും മേൽ ബ്രദർഹുഡിനുള്ള സ്വാധീനത്തിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ് ഈ സംഭവം. പല രാജ്യങ്ങളിലും നിയമവ്യവസ്ഥതയുടെ അവിഭാജ്യ ഘടകമായ നിയമനിർമ്മാണ പ്രക്രിയകളെ തങ്ങൾക്കുള്ള ഭരണസ്വാധീനം ഉപയോഗിച്ച് തടയുന്നതിനോ അബദ്ധ നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതിന് പോലുമോ സംഘടന തുനിയാറുണ്ടത്രേ, പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിൽ. ബ്രിട്ടനിലെ പോലീസ് ഫെഡറേഷൻ്റെ ചെയർമാനായിരുന്ന സ്റ്റീവ് വൈറ്റ് 2018 ജനുവരിയിൽ ഇപ്രകാരം ഒരാരോപണം ഉന്നയിച്ചിരുന്നു. അദ്ദേഹം വഹിച്ചിരുന്ന സ്ഥാനം വെച്ച് നോക്കുമ്പോൾ ഈ ആരോപണം നിസ്സാരമായി തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ സംഘാംഗങ്ങൾക്ക് വേണ്ടി നിലവിട്ട സഹായങ്ങൾ ചെയ്യുന്നതിന് പോലീസ്, കോടതി, രാഷ്ട്രീയം തുടങ്ങിയ രംഗങ്ങളിലുള്ള ഫ്രീമേസണുകൾ ഏതറ്റം വരെയും പോകുമെന്നതിന് തനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട് എന്ന് പോലീസ് ഫെഡറേഷൻ്റെ ചെയർമാനായിരുന്ന സ്റ്റീവ് വൈറ്റ് വെളിപ്പെടുത്തി. ഇംഗ്ലണ്ടിൽ മാത്രം നടക്കുന്ന തിരിമറിയല്ല ഇത്. സെർജ് അബാദ് ഗയാർദോ എന്ന ഉന്നത ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ 2012 കത്തോലിക്ക സഭയിൽ ചേർന്നത് ഫ്രീമേസന്മാർക്കിടയിലും ബ്രദർഹുഡിനെ കുറിച്ച് പഠിക്കുന്നവർക്കിടയിലും വലിയ വാർത്തയായിരുന്നു. ഒരു ഗ്രാൻഡ് മാസ്റ്ററായിരുന്ന സെർജ് 24 വർഷങ്ങൾ ബ്രദർഹുഡിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ബ്രദർഹുഡിൻ്റെ യഥാർത്ഥ മുഖം അകത്തുനിന്നും കണ്ടറിഞ്ഞിരുന്ന സെർജ് അവരെക്കുറിച്ചുള്ള സത്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കുന്നതിനായി 3 പുസ്തകങ്ങൾ എഴുതി. ലെദ്രോയി ഹുമെയിൻ എന്ന ലോഡ്ജിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കെ സെർജ് വിശ്വാസം സ്വീകരിക്കാനിടയായത് ഒരു അസാധാരണ സംഭവത്തിൻ്റെ ഫലമായാണ്. ദൈവമാതാവിൻ്റെ ദർശനം ലഭിച്ചതിലൂടെ പ്രസിദ്ധമായ സ്ഥലമായ ലൂർദിൽ വെച്ചുണ്ടായ അതിതീവ്രമായ ഒരു ആത്മീയ അനുഭവത്തെ തുടർന്നാണ് അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുവാൻ തീരുമാനിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് ഫ്രീമേസന്മാരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള എതിർപ്പുകളെ നേരിടേണ്ടി വന്നു. ഫ്രാൻസിൽ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ തങ്ങൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ബ്രദർഹുഡ് അദ്ദേഹത്തെ പീഡിപ്പിച്ചു. ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന് തൻ്റെ ജോലി പോലും നഷ്ടപ്പെട്ടു. പക്ഷേ തൻ്റെ ബോധ്യങ്ങളിൽ നിന്നും പിന്തിരിയാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു യഥാർത്ഥ ക്രൈസ്തവന് ഫ്രീമേസനായിരിക്കുക സാധ്യമല്ല എന്നാണ് ഗയാർദോ പറയുന്നത്. കാരണം ഓരോ ക്രിസ്ത്യാനിയും മനുഷ്യനെ വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവശക്തനും പരമോന്നതനും ഒന്നുമില്ലായ്മയിൽ നിന്നും സർവ്വ സൃഷ്ട പ്രപഞ്ചങ്ങളെയും സൃഷ്ടിക്കുകയും ചെയ്തവനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അതേസമയം മനുഷ്യർക്ക് അപ്രാപ്യനും മനുഷ്യരുമായി വ്യക്തിബന്ധമില്ലാത്തവനും പ്രപഞ്ചത്തിൽ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന ഘടകവസ്തുക്കൾ കൊണ്ട് പ്രപഞ്ച നിർമ്മാണം നടത്തിയവനുമായ ദ ഗ്രേറ്റ് ആർക്കിടെക്റ്റ് ഓഫ് ദ യൂണിവേഴ്സിൽ
അഥവാ ഒരു ഡെമി ഏർജിലാണ് ഫ്രീമേസണുകൾ വിശ്വസിക്കുന്നത്. അതുമാത്രവുമല്ല, അവരുടെ താന്ത്രിക വിദ്യകളിൽ അധിഷ്ഠിതമായ പല ചടങ്ങുകളും ഒക്കൾട്ടിക് നേച്ചർ അഥവാ നിഗൂഢ സ്വഭാവമുള്ളതും കിരാതവുമാണ്. സാത്താന്യ ആരാധനകൾക്ക് ഗയാർദോ പലപ്പോഴും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. നെഗറ്റീവ് കൊണോട്ടേഷനുള്ള സാത്താൻ എന്ന പേര് ഫ്രീമേസണുകൾ ഉപയോഗിക്കാറില്ല. പകരം ലൂസിഫർ എന്നാണ് അവർ സാത്താനെ അഭിസംബോധന ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നത്. ബ്രദർഹുഡിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്ന ബ്ലൂ ലോഡ്ജസ് എന്നറിയപ്പെടുന്ന താഴേക്കിടയിലുള്ള ലോഡ്ജുകൾ സാത്താന്യ ആരാധനകൾ പോലെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറില്ല. ഉന്നത തലങ്ങളിലുള്ളതും സംഘടനയെ നിയന്ത്രിക്കുന്നതുമായ ലോഡ്ജുകളിലാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഒരു സാധാരണ ക്ലബ്ബ് എന്ന് കരുതി ആ സംഘടനയിൽ അംഗത്വമെടുക്കുന്ന ചിലരെങ്കിലും സംഘടനയുടെ യഥാർത്ഥ മുഖം ഒരിക്കലും കാണാറില്ല എന്ന് പറയപ്പെടുന്നു. കത്തോലിക്ക സഭയെ തകർക്കാനുള്ള വളരെ വിശാലമായ ഒരു പദ്ധതിയുടെ ഭാഗമായി ബഹുമുഖ ആക്രമണമാണ് ഫ്രീമേസൺസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വലിയൊരു വിഭാഗം കരുതുന്നു. ഈ ഗൂഢപദ്ധതിയുടെ ഭാഗമായി സഭയുടെ അധികാര സ്ഥാനങ്ങളിൽ പോലും അവർ കയറിപ്പറ്റിയിട്ടുണ്ട് എന്ന് കരുതുന്ന വിഭാഗവുമുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യേകമായ പഠനത്തിന് വിധേയമാക്കപ്പെടേണ്ട ഒരു രേഖയാണ് ദ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ആൽറ്റ വെൻഡീറ്റ. ബ്രദർഹുഡിലെ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി 1859 ഇറ്റാലിയൻ ഭാഷയിൽ എഴുതപ്പെട്ടതും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഒരു കമ്മ്യൂണിക്കെയാണ് ദ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ. ദ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ആൽറ്റ വെൻഡീറ്റ എന്ന ആ രേഖയെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. 1859 ഇറ്റാലിയൻ ഭാഷയിൽ എഴുതപ്പെട്ട ആ രേഖയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അല്പം സാഹചര്യ വിവരണം ആവശ്യമുണ്ട്. ആൽറ്റ വെൻഡീറ്റ എന്നത് ഇറ്റാലിയൻ ബ്രദർഹുഡിൻ്റെ ഭാഗമായ കാർബൊണാരി എന്ന ലോഡ്ജിൻ്റെ പേരാണ്. ഹൈ മാർക്കറ്റ് പ്ലേസ് എന്നാണ് ആൽറ്റ വെൻഡീറ്റ എന്നതിൻ്റെ അർത്ഥം. കാർബൊണാരി എന്നാൽ കരിപ്പണിക്കാർ എന്നാണ് അർത്ഥം. ആ സംഘടനയിലെ അംഗമായിരുന്ന പിക്കോള തീഗരെ എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഒരു യഹൂദ ഫ്രീമേസണായിരുന്നു അത്രേ ഈ രേഖയുടെ കർത്താവ്. പിക്കാളോ തീഗരെ എന്നാൽ ലിറ്റിൽ ടൈഗർ എന്നാണ് അർത്ഥം. ഈ രേഖ കൂടാതെ യൂറോപ്പ് ആസകലമുള്ള ബ്രദർഹുഡ് നേതാക്കന്മാർക്കും മാത്രമായി പിക്കോള തീഗരെ എഴുതിയതെന്ന് കരുതപ്പെടുന്ന മറ്റ് രേഖകളും ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവയുടെ എല്ലാം ഇതിവൃത്തം. ഫ്രീ മേസണറി ആൻഡ് ദ ആൻറ്റി ക്രിസ്ത്യൻ മൂവ്മെൻറ്റ് എന്ന ആധികാരിക ഗ്രന്ഥത്തിൻ്റെ കർത്താവായ ഈ കാഹിൽ എസ്ചെ വെളിപ്പെടുത്തുന്നതനുസരിച്ച് പിക്കോളോ തീഗരെ തൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്ന കാലഘട്ടത്തിൽ യൂറോപ്പ് ആസകലമുള്ള ബ്രദർഹുഡിൻ്റെ നിയന്ത്രണ കേന്ദ്രമായിരുന്നു ആൽറ്റ വെൻഡീറ്റ ലോഡ്ജ് എന്ന വസ്തുത ഈ രേഖയുടെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു. കത്തോലിക്ക സഭയിൽ നുഴഞ്ഞു കയറുന്നതിനും സഭയുടെ ഭരണനിർവഹണ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും വേണ്ടിയുള്ളതും എക്കാലത്തേക്കുമുള്ള നിർദ്ദേശം എന്ന നിലയിലുമാണ് പെർമനന്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ആൽറ്റ വെൻഡീറ്റ ദശകങ്ങൾ നീളുന്ന ഈ പദ്ധതി അംഗങ്ങൾക്ക് നൽകുന്നത്. ഈ പദ്ധതിയുടെ പൂർത്തീകരണം നടക്കുമ്പോഴേക്കും ഈ നിർദ്ദേശം നൽകുന്നവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുമെന്നിരിക്കലും സംഘടനയുടെ യോദ്ധാക്കൾ മരിക്കുമ്പോഴും യുദ്ധം തുടരണമെന്നും രേഖ ആവശ്യപ്പെടുന്നു. കൃത്യമായി വിവരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിച്ച് കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സഭയുടെ അധികാര സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുക എന്നതാണ് പരമപ്രധാന ദൗത്യമായി ആൽറ്റ വെൻഡീറ്റ അംഗങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വൈദിക വിദ്യാർത്ഥികൾ, വൈദികർ, മെത്രാന്മാർ എന്നിവരുടെ ഇടയിൽ നവമാനവീക ചിന്തകൾ ക്രമാനുഗതമായി പടർത്തിക്കൊണ്ട് കാലക്രമേണ നവോത്ഥാന ചിന്തകൾ എന്ന സംഘം കരുതുന്ന സഭാവിരുദ്ധ ആശയങ്ങൾക്ക് സഭയിൽ സ്വീകാര്യത കൊണ്ടുവരണമെന്ന് ആൽറ്റ വെൻഡീറ്റയുടെ നിത്യരേഖ ഉത്ബോധിപ്പിക്കുന്നു. അവസാനം ഈ ശിക്ഷണത്തിൽ വളർന്നു വന്ന നവോത്ഥാനത്തിൻ്റെ പാതയിലൂടെ എന്ന് അവർ വിളിക്കുന്ന സഭയെ നയിക്കുന്ന ഒരു മാർപ്പാപ്പ അധികാരത്തിലേറുമെന്ന് രേഖ ഉറപ്പിച്ചു പറയുന്നു. അതേസമയം ഒരു ഫ്രീമേസനെ മാർപ്പാപ്പയുടെ സ്ഥാനത്ത് വാഴിക്കുക എന്നതല്ല ഉദ്ദേശമെന്നും, പ്രത്യുത പുരോഗമനവാദ കത്തോലിക്ക ചിന്താധാരയിലുള്ള കർദിനാളന്മാർക്കും മാർപ്പാപ്പയ്ക്കും പ്രവർത്തിക്കുന്നതിന് അനുകൂലമായ സഭാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയാണ് ആത്യന്തിക ലക്ഷ്യമെന്നും രേഖ വ്യക്തമാക്കുന്നു. ഈ രീതിയിലുള്ള ഒരു സഭയിൽ ഫ്രീമേസനുകളുടെ നവമാനവ ചിന്തകൾക്ക് യാതൊരു എതിർപ്പും ഉണ്ടാകുകയില്ല എന്നും രേഖ ഉറപ്പു തരുന്നു. ഇനി പെർമനന്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദ ആൽറ്റ വെൻഡീറ്റയുടെ ആധികാരികതയെക്കുറിച്ച് പറയാം. രേഖയിൽ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും
പ്രഥമ ദൃഷ്ടിയിലെങ്കിലും അവിശ്വസനീയമാണ് എന്ന് തോന്നിയതിനാൽ ആൾട്ട വെൻഡീറ്റയുടെ ആധികാരികതയിൽ ആരംഭത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ അംഗങ്ങളുടെ ഇടയിൽ രേഖ പ്രചരിക്കപ്പെട്ട് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ ആൾട്ട വെൻഡീറ്റ പുറം ലോകത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അക്കാലത്ത് മാർപ്പാപ്പയായിരുന്ന 9-ാം പിയൂസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഴാക്കെ ക്രെനൂഴല്ലി എന്ന ഫ്രഞ്ച് പത്രപ്രവർത്തകൻ 1861 ഫെബ്രുവരി 25 പ്രസിദ്ധീകരിച്ച ദ റോമൻ ചർച്ച് ആൻഡ് റെവല്യൂഷൻ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ആൾട്ട വെൻഡീറ്റ പ്രസിദ്ധീകരിച്ചു. മാർപ്പാപ്പായുടെ അംഗീകാരത്തോടെയാണ് ഴാക്ക് തൻ്റെ ഗ്രന്ഥത്തിൽ പ്രസ്തുത രേഖ പ്രസിദ്ധീകരിച്ചത്. എങ്കിലും രേഖയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വ്യക്തികളുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്തരുത് എന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് മോൺസിഞ്ഞോർ ജോൺ സി ദിയോങ് തൻ്റെ ഗ്രാൻഡ് ഓറിയൻ ഫ്രീമേസണറി അൺമാസ്ക്ഡ് എന്ന ഗ്രന്ഥത്തിലും ദ പെർമനന്റ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദി ആൾട്ട വെൻഡീറ്റ പൂർണ്ണമായ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു. പ്രസ്തുത ഗ്രന്ഥം 1878 മുതൽ 1903 വരെ മാർപ്പാപ്പയായിരുന്ന ലിയോ 13 ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അതിൻ്റെ ഇറ്റാലിയൻ പരിഭാഷ പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ രേഖയിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം കത്തോലിക്കർ അറിഞ്ഞിരിക്കണമെന്ന് 2 മാർപ്പാപ്പമാരും ആഗ്രഹിച്ചു എന്നത് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ. എല്ലാവർക്കും മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രസിദ്ധീകരിക്കപ്പെടണമെന്ന് 2 മാർപ്പാപ്പമാർ ആവശ്യപ്പെട്ട രേഖയിൽ പറയുന്ന കാര്യങ്ങൾ നിലവിൽ വരുമ്പോൾ അത് വ്യക്തമായ 3 അടയാളങ്ങളോടെയായിരിക്കും സംഭവിക്കുക എന്ന് കരുതപ്പെടുന്നു. ഒന്നാമതായി, ആഗോള സഭയിൽ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, സഭയിൽ സമൂലമായ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലുള്ളതായിരിക്കും ഫ്രീമേസൺ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി. 2, പാരമ്പര്യമായി പിന്തുടർന്നു വരുന്ന ദൈവശാസ്ത്ര ചിന്തകൾക്ക് വിപരീതമായ ഒരു നവ ദൈവശാസ്ത്രധാര സ്വീകരിക്കപ്പെടും. 3, ക്രിസ്തു സഭയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ സഭകൾക്കും തുല്യമായ രക്ഷണീയ ശക്തിയുണ്ട് എന്നും മതനിരപേക്ഷ രാഷ്ട്രസങ്കല്പമെന്നും തുടങ്ങിയ ഫ്രീമേസൺ രഹസ്യ കാര്യപരിപാടികൾ സഭയിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്ന പ്രഖ്യാപനമുണ്ടാകും എന്നിവയാണ് ആ അടയാളങ്ങൾ. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മറ്റെല്ലാ മതങ്ങൾക്കും തുല്യമായ രക്ഷണീയ ശക്തിയുണ്ട് എന്ന വാദം അതീവ രഹസ്യമായി പോലും ഉന്നയിക്കാൻ ആ കാലഘട്ടങ്ങളിൽ സഭാ നേതൃത്വം പോയിട്ട് സാധാരണക്കാർ പോലും ഭയപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നോർക്കണം. എന്തിന്, ഞാൻ ഈ രേഖ ആദ്യമായി വായിച്ച 1980കളുടെ അവസാന വർഷങ്ങളിൽ പോലും അത് അചിന്തനീയമായ കാര്യമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാ മതങ്ങൾക്കും തുല്യമായ രക്ഷണീയ ശക്തിയുണ്ട് എന്ന വാദം അല്പം പോലും മടിയില്ലാതെ കത്തോലിക്ക സഭാ നേതൃത്വം തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫ്രീമേസണുകളുടെ മറ്റ് ഗൂഢപദ്ധതികളും അധികം താമസിയാതെ സഭയിൽ നടപ്പിൽ വരും എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. സെപ്റ്റംബർ 13, 2024 സിംഗപ്പൂരിൽ വെച്ച് നടന്ന ബഹുമത സമ്മേളന വേദിയിൽ വെച്ച് പരിശുദ്ധ പിതാവ് പറഞ്ഞ വാക്കുകൾ ഈ അവസ്ഥയിലേക്കുള്ള ചുവടുവയ്പായി ചില കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുന്നതിനായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ അതേപടി വായിക്കാം. All religions are paths to reach God. They are to make a comparison like different languages, different dialects to get there. But God is God for everyone. മനഃപൂർവ്വം ഞാനിതിൻ്റെ മലയാള പരിഭാഷ നൽകുന്നില്ല. ക്രിസ്തു സ്ഥാപിച്ച സഭയെ പൂർണ്ണമായും തകർക്കുക എന്നത് അസാധ്യമാണെന്ന് ഫ്രീമേസണുകൾ മനസ്സിലാക്കിയതിനാൽ അതിൽ നുഴഞ്ഞു കയറി ആന്തരിക കുൽസിത പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ അന്തസത്തയ്ക്ക് ക്ഷതം സംഭവിപ്പിച്ച് ക്രമേണ അവളെ നിർവീര്യയാക്കുക എന്ന ഭീകര തന്ത്രമാണ് അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അത്തനേഷ്യസ് ആൻഡ് ദ ചേർച്ച് ഓഫ് അവർ ടൈം എന്ന തൻ്റെ കൃതിയിൽ ബിഷപ്പ് റുഡോൾഫ് ഗ്രബർ പറയുന്നത്. ബ്രദർഹുഡ് സഭയെ സ്വാധീനിച്ചിട്ടുള്ളോ എന്ന സംശയം ഇത്തരണത്തിൽ എല്ലാവർക്കും ഉണ്ടാകാം. അവസാനത്തെ 15 മാർപ്പാപ്പാമാരിൽ 11 പേരും തള്ളിപ്പറയുകയും അതിൽ അംഗമാകുന്നത് മഹ്റോൻ ശിക്ഷയ്ക്ക് തക്ക കുറ്റമാണെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കാൻ സഭയിൽ നേതൃനിരയിലുള്ള ആരും തയ്യാറാവുകയില്ല എന്നാണല്ലോ സാധാരണഗതിയിൽ നാം കരുതുക. എന്നാൽ ഞാൻ ഒരിക്കൽ വായിക്കാനിടയായ ഒരു രേഖയിൽ സഭയുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ളവരും ഇരിക്കുന്നവരുമായ പലരുടെയും ബ്രദർഹുഡിലെ അംഗത്വത്തിൻ്റെ വിശദാംശങ്ങൾ കണ്ടിട്ടുണ്ട്.
ഒരു കാലത്ത് ഇന്ത്യയിൽ പേപ്പൽ നുൻഷ്യോ ആയിരുന്ന വ്യക്തിയുടെ പേര് വരെ ആ ലിസ്റ്റിലുണ്ട്. എങ്കിലും ആ രേഖയുടെ ആധികാരികത എനിക്ക് പൂർണ്ണമായും ഉറപ്പില്ലാത്തതിനാൽ ഞാനതിവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ പോണ്ടിഫിക്കൽ കൗൺസിൽ ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിൽ അംഗമായ ഫാദർ മൈക്കൽ ഹെൻട്രിക് വൈനിങ്കർ 2020 ഫെബ്രുവരി 12 പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥം പ്രത്യേക ശ്രദ്ധയെ ആകർഷിക്കുന്നു. ഒരു വ്യക്തിക്ക് ഒരേ സമയം കത്തോലിക്ക മതവിശ്വാസിയും ഫ്രീമേസനുമായിരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആകൃതി 2011 വൈനിങ്കർക്ക് തിരുപ്പട്ടം നൽകിയ കർദിനാൾ ക്രിസ്റ്റോഫ് ഷൂൺബോണിനെ കാണിച്ചപ്പോൾ പ്രസ്തുത ഗ്രന്ഥത്തിൽ അദ്ദേഹം നന്മ മാത്രം കണ്ടെത്തി എന്ന് വൈനിങ്കർ അവകാശപ്പെടുന്നു. ദ ബുക്ക് ഈസ് ഇൻ ഗുഡ് സ്റ്റാൻഡിംഗ് എന്ന് ക്രിസ്റ്റോഫ് ഷൂൺബോൺ പറഞ്ഞതായി ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നു. അതായത് ഒരു വ്യക്തിക്ക് ഒരേ സമയം ഉത്തമ കത്തോലിക്കനും ഫ്രീമേസനുമായിരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് കത്തോലിക്ക സഭയിലെ ഒരു കർദിനാൾ തന്നെ യാതൊരു സംശയവുമില്ലാതെ വിളിച്ചു പറയുന്ന ഈ കാലഘട്ടത്തിൽ ആൽട്ടാ വെൻഡീത്തയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഏതാണ്ട് ഫലപ്രാപ്തിയിലെത്തി എന്ന് സാരം. കർദിനാൾ ഷോൺ ബോണിൻ്റെ ദൈവശാസ്ത്ര ധാരണയും കൂടെ ഇവിടെ വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ഈ അവകാശവാദം തൻ്റെ തന്നെ ജീവിതം കൊണ്ട് വൈനിങ്കർ തെളിയിക്കുന്നുണ്ട് എന്നത് ഓസ്ട്രിയയിലെ ഫ്രീമേസന്മാരുടെ ഒരു കമ്മ്യൂണിക്കെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഒരു പുതിയ ലോഡ്ജിൻ്റെ പ്രതിഷ്ഠ സംബന്ധിച്ച അറിയിപ്പിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വന്ന ഒരു ഫ്രീമേസൺ പത്രക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: വത്തിക്കാൻ്റെ പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിൻ്റെ അംഗമെന്ന നിലയിൽ റോമിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ റെവറൻഡ് മൈക്കിൾ വൈനിങ്കറെ പുതിയതായി സ്ഥാപിക്കപ്പെട്ടതടക്കം 3 ലോഡ്ജുകളുടെ ചാപ്ലിനായി നിയോഗിച്ചിരിക്കുന്നു. പൈശാചികമെന്ന് 11 മാർപ്പാപ്പാമാർ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വെളിപ്പെടുത്തിയ ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് ഒരു വൈദികനായിരിക്കുന്നു എന്നത് മാത്രമല്ല, ആ വൈദികൻ വത്തിക്കാനിൽ സുപ്രധാനമായ ഒരു തസ്തിക വഹിക്കുക കൂടെ ചെയ്യുന്നു എന്നത് നിങ്ങളെ ഞെട്ടിക്കുന്നില്ലെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ സഭയുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന തിന്മയുടെ ശക്തികൾ എത്രമേൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. വിവിധ സഭകൾ തമ്മിലുള്ള സഹകരണത്തിന് മുൻകൈയെടുക്കുന്ന പൊന്തിഫിക്കൽ കൗൺസിൽ ഫോർ ഇന്റർ റിലീജിയസ് ഡയലോഗിൽ കത്തോലിക്ക സഭയും ഇസ്ലാം മതവുമായുള്ള സമ്പർക്ക കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഫാദർ വൈനിങ്കർ ആണ് നിർവഹിച്ചു കൊണ്ടിരുന്നത് എന്നതും ഇവിടെ പ്രസ്താവ്യമാണ്. അതുകൂടാതെ വൈനിങ്കർ തൻ്റെ ഗ്രന്ഥം പ്രകാശനം ചെയ്ത വേളയിൽ പ്രധാന ക്ഷണിതാവായിരുന്നത് ഓസ്ട്രിയൻ ലോഡ്ജ് ഗ്രാൻഡ് മാസ്റ്ററായ ജോർജ് സെംലർ ആയിരുന്നു. താൻ ഒരു ഉത്തമ കത്തോലിക്കനാണ് എന്നാണ് ഗ്രാൻഡ് മാസ്റ്റർ ജോർജ് സെംലർ ഈ സമ്മേളന വേദിയിൽ അവകാശപ്പെട്ടത്. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ബ്രദർഹുഡിന് നല്ല സ്വാധീനമുണ്ടായിരിക്കാമെങ്കിലും ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരിക്കില്ല എന്നായിരിക്കും പലരും കരുതിയിരിക്കുന്നത്. എന്നാൽ സത്യസ്ഥിതി അതല്ല. ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ബ്രദർഹുഡ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ അവരുടെ സാന്നിധ്യത്തിന് വളരെയധികം പഴക്കമുണ്ട്. 1729 ഇന്ത്യയിലെ ആദ്യ ലോഡ്ജ് കൽക്കത്തയിലും അടുത്തത് 1758 ബോംബെയിലും ബ്രിട്ടീഷുകാർ സ്ഥാപിച്ചു. അന്നു മുതൽ ഇന്നോളം അവരുടെ സാന്നിധ്യം ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. എന്തിനേറെ, തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധിപനായിരുന്ന ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ വരെ ബ്രദർഹുഡിൽ അംഗമായിരുന്നു. ഔദ്യോഗിക രേഖകളനുസരിച്ച് ഇന്ന് ഇന്ത്യയിൽ 343 ലോഡ്ജുകളിലായി 17,000 അംഗങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥ അംഗസംഖ്യ ഇതിലും എത്രയോ അധികമാണെന്ന് കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ ആദ്യത്തെ ഉൾനാടൻ ജലഗതാഗത സംവിധാനമായ കനോലി കനാൽ നിർമ്മിച്ച ഹെൻറി വാലന്റൈൻ കനോലിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. കനോലി ആയിരുന്നു കോഴിക്കോട്ടെ ആദ്യത്തെ ലോഡ്ജ് സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ 1841 മുതൽ 1855 വരെ മലബാർ കളക്ടറും മജിസ്ട്രേറ്റുമായിരുന്നു ഹെൻറി വാലന്റൈൻ കനോലി. ഏതായാലും ഔദ്യോഗിക രേഖകൾ പ്രകാരം ഇംഗ്ലീഷ് ഗ്രാൻഡ് ലോഡ്ജിൻ്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ട കോഴിക്കോട്ടെ ആദ്യ ലോഡ്ജ് സ്ഥാപിച്ചത് 1886 ഡിസംബർ 12 എന്ന് കാണുന്നു. തലവെട്ടിപ്പള്ളി എന്നാണ് മുൻകാലങ്ങളിൽ ഈ ലോഡ്ജ് അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ ഇംഗ്ലീഷ് ഗ്രാൻഡ് ലോഡ്ജിൻ്റെ കീഴിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് ലോഡ്ജുകൾ കൊച്ചി, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ്. കേരളത്തിലെ ഗ്രാൻഡ് മാസ്റ്റർ
കോഴിക്കോട്ടെ പ്രസിദ്ധമായ ഒരു ആശുപത്രിയുടെ ഉടമയായിരുന്ന പ്രശസ്തനായൊരു ഡോക്ടറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വയനാട്ടിലെ ആദ്യത്തെ ഔദ്യോഗിക ലോഡ്ജിൻ്റെ ഫ്രീമേസൺ ചടങ്ങുകൾ അനുസരിച്ചുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതിൻ്റെ വീഡിയോയും ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ആ സംഭവം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവസാനമായി കേരളത്തിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടെ പങ്കുവയ്ക്കുന്നത് നന്നായിരിക്കും എന്ന് കരുതുന്നു. 1998-ലോ 99-ലോ ആണ് സംഭവം. മധ്യ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു കത്തോലിക്ക പള്ളിയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ സംഘാടകർ എന്നെയും വിളിച്ചിരുന്നു. പ്രസംഗമധ്യേ ഫ്രീമേസൺ സംഘടന കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢ ആക്രമണങ്ങളെക്കുറിച്ച് ആനുഷംഗികമായി പറയുകയുണ്ടായി. സത്യത്തിൽ അത് പറയുമ്പോൾ എൻ്റെ അന്നത്തെ കേൾവിക്കാരിൽ ആരെങ്കിലും ആ സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ സ്വപ്നേപി വിചാരിച്ചിരുന്നില്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുകയും ആകുലപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവം തുടർന്നുണ്ടായി. അന്നേ ദിവസം തന്നെ എനിക്ക് വടക്കൻ കേരളത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നതിനാൽ എന്നെ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിക്കാൻ ഒരാളെ സംഘാടകർ തരപ്പെടുത്തി തന്നു. യാത്രാമധ്യേ ആ സഹോദരനുമായുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം സംഘാടകരോട് അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു അത്രേ. അതിന് കാരണമായി അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. മറ്റാരും കേൾക്കാതെ അദ്ദേഹത്തിനൊരു കാര്യം എന്നോട് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. അതായത്, അന്ന് ഞാൻ പ്രസംഗിച്ച പള്ളിയിലെ കമ്മിറ്റിക്കാരിൽ പലരും ഫ്രീമേസൺ ക്ലബിൽ അംഗങ്ങളാണ് എന്നും താനും അവരുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ആ അറിവ് എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ആ സ്ഥലത്ത് ഫ്രീമേസനുകളുടെ അത്തരമൊരു സജീവ സാന്നിധ്യം ഞാൻ അല്പം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തീർച്ചയായും ഈ പറഞ്ഞ പള്ളി കമ്മിറ്റിക്കാരും ഫ്രീമേസനുകളുടെ ഉന്നത തലങ്ങളിൽ നടക്കുന്ന ഗൂഢാലോചനകളെപ്പറ്റി ധാരണയുള്ളവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അഥവാ ആഗ്രഹിക്കുന്നു. എന്നിരുന്നാലും അവസാനത്തെ 13 മാർപ്പാപ്പാമാരിൽ 11 പേരും തള്ളിപ്പറഞ്ഞിട്ടുള്ളതും ആ സംഘടനയിൽ ചേരുന്നത് മഹറോന് തക്ക പ്രവൃത്തിയാണെന്ന് സഭ വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ് എന്ന് ആ സഹോദരന്മാരോട് പറഞ്ഞു കൊടുക്കാൻ തക്ക വിവരമുള്ള ആരും ആ ദേശത്തെ സഭയിൽ ഉണ്ടായില്ല എന്നതാണ് എന്നെ ഏറ്റവും വേദനിപ്പിച്ചത്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളിൽ ആരുടെയെങ്കിലും കണ്ണു തുറപ്പിക്കാനിടയായാൽ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ആരെയെങ്കിലും തിരുത്താൻ നിങ്ങൾക്കിടയായാൽ അതൊരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു. ഒരുപക്ഷെ അവർ നിങ്ങളെ ചെവിക്കൊണ്ടില്ല എന്നും വരാം. എന്നിരിക്കലും എസക്കിയേൽ പ്രവാചകന്റെ വാക്കുകൾ നിങ്ങൾക്ക് ഊർജം പകരണം. എസക്കിയേൽ 3:7-19 ഇങ്ങനെ പറയുന്നു: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രയേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എൻ്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെക്കുറിച്ച് നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ ഉപദേശങ്ങൾ ഫലദായകമാകുന്നില്ലെങ്കിലും സത്യം ഉദ്ഘോഷിക്കാൻ ഓരോ ക്രിസ്ത്യാനിയും ബാധ്യസ്ഥനാണ്. അതുമാത്രമല്ല, ഇത്തരം ഒളിഞ്ഞിരിക്കുന്ന തിന്മകളെക്കുറിച്ച് നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. അല്ലാത്ത പക്ഷം നാം അറിയാതെ തന്നെ അവ നമ്മെ കീഴടക്കിക്കളയും. നാം അത് തിരിച്ചറിയുമ്പോഴേക്കും വളരെ താമസിച്ചു പോയിരിക്കും. ദൈവമായ കർത്താവ് കായേന് നൽകിയ മുന്നറിയിപ്പ് മനുഷ്യവർഗം നിലനിൽക്കുന്ന കാലത്തോളം അർത്ഥപൂർണമാണ്. നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്നോർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. അതായത്, ഈ കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് നാം പ്രതിരോധിച്ചില്ലെങ്കിൽ പതിയിരിക്കുന്ന ഈ തിന്മ നാം അറിയാതെ നമ്മെ വിഴുങ്ങിക്കളയും എന്നറിയുക.